ഹല്ലേലൂയ. വാഴ്ത്തപ്പെട്ട നമ്മുടെ ദൈവപിതാവിന് സ്തോത്രം ചെയ്യാം. നമ്മൾ നമ്മുടെ ഇന്നത്തെ ക്ലാസ് ആരംഭിക്കുകയാണ്. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. ഞങ്ങൾ വാഴ്ത്തപ്പെട്ട സ്വർഗീയ പിതാവെ, അനുഗ്രഹീതമായ ഈ സമയകാലത്തെ ഓർത്ത് ഞങ്ങൾ നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ഞങ്ങളെ ബലപ്പെടുത്തണമേ. അവിടുത്തെ ദൈവത്തിന്റെ കൃപയിലും സമാധാനത്തിലും സൗഖ്യത്തിലും സന്തോഷത്തിലും അവിടുത്തെ സ്വസ്ഥതയിലുമൊക്കെ നടപ്പാൻ ഞങ്ങളെ സഹായിക്കുമാറാകണം. ഈ വചനം പഠിക്കുന്ന അനേകം പേര് കർത്താവെ ഉണ്ട്. അവരെല്ലാവരെയും അനുഗ്രഹിക്കണം. അവരുടെ ശുശ്രൂഷകളെ അനുഗ്രഹിക്കണം. അതേപോലെ ഓൺലൈനിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട മക്കളെയും അനുഗ്രഹിക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു. ഇത് കേൾക്കപ്പെടുന്ന അനേകം ദൈവമക്കളുണ്ട്. അപ്പൊ അവരെല്ലാവരെയും അനുഗ്രഹിക്കണം. അവർക്ക് എല്ലാവർക്കും അനുഗ്രഹിക്കണമേ എന്ന് വീണ്ടും വീണ്ടും ഞാൻ പ്രാർത്ഥിക്കുന്നു. അവരുടെ അവർക്ക് സൗഖ്യം സമാധാനം എല്ലാം നൽകുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യഹോശുവയുടെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കൃപയോട് കേൾക്കണം നല്ല സ്വർഗീയ പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. ഷലോം. അപ്പോ ഇന്ന് വീണ്ടും വീണ്ടും ഒരാഴ്ച കഴിഞ്ഞ് ക്ലാസ്സിൽ വന്നിരിക്കുകയാണ്. നമുക്ക് ഒരു തിരുവചനം വായിച്ച് തന്നെ നമുക്ക് ഇന്നത്തെയും നമ്മുടെ ക്ലാസ് ആരംഭിക്കാം. നമ്മള് യെശയ്യാവിന്റെ പ്രവചനം 53-ാമത്തെ അധ്യായം, എൻ്റെ 4-ാമത്തെ വാക്യം ഞാൻ വായിക്കാം. അവൻ മനുഷ്യരാൽ നിന്ദിക്കപ്പെട്ടും ത്യജിക്കപ്പെട്ടും വ്യസനപാത്രമായും രോഗം ശീലിച്ചവനായും ഇരുന്നു. അവനെ കാണുന്നവർ മുഖം മറച്ചു കളയത്തക്ക വണ്ണം അവൻ നിന്ദിതനായിരുന്നു. ആമേൻ. ദൈവത്തിന്റെ വചനത്തിനായിട്ട് ഞാൻ സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിന്റെ വചനം എപ്പോ നമ്മുടെ മുമ്പിലേക്ക് വന്നാലും അത് നമ്മളോട് സംസാരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. നമ്മളോട് സംസാരിക്കുകയാണ്. ദൈവത്തിന്റെ വചനം എപ്പോഴും നമ്മളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ആമേൻ. നമുക്ക് ഇന്ന് പഠിക്കാനുള്ളത് ഗിമൽ എന്നുള്ള അക്ഷരമാണ്. ഗിമൽ. മീക പ്രവചനം 6:8 ഒന്ന് നമ്മുടെ സ്ക്രീനിൽ വരാമോ? മനുഷ്യ, നല്ലത് എന്തെന്ന് അവൻ നിനക്ക് കാണിച്ചു തന്നിരിക്കുന്നു. ന്യായം പ്രവർത്തിപ്പാനും ദയാ തൽപരനായിരിക്കാനും നിന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ താഴ്മയോടെ നടപ്പാനും അല്ലാതെ എന്താകുന്നു യഹോവ നിന്നോട് ചോദിക്കുന്നത്? ഈ വചനം നിങ്ങൾ ഓർത്തു വെക്കണം. നമ്മളുടെ ഈ ഗിമൽ എന്നുള്ള പാഠം പഠിച്ചു തീരുന്നത് വരെ ഈ വചനം, ഒരുപാട് വചനം നമുക്ക് പഠിക്കാറുണ്ട്. ഈ വചനം, ഞാൻ ആദ്യം വായിച്ച വചനവും നിങ്ങൾ ഓർത്തു വെക്കണം. ഓക്കെ ജോന, താങ്ക് യു. ഓക്കെ, ഞാൻ സ്ക്രീനിലേക്ക് ഒരു PDF ഷെയർ ചെയ്യാൻ താല്പര്യപ്പെടുന്നുണ്ട്. അപ്പോൾ അത് കണ്ടിട്ട് നമുക്ക് അതിൻ്റെ ഡീറ്റെയിലേക്ക് നമുക്ക് പോകാം. ഓക്കെ, നിങ്ങൾക്ക് കാണുവാൻ കഴിയുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, സജി പാസ്റ്റർ കാണാൻ പറ്റുന്നുണ്ടോ? കാണാം പക്ഷേ കാണാം. ഓക്കെ, ഓക്കെ. നമ്മള് ഇവിടെ സ്ക്രീനിൽ നിങ്ങൾക്ക് എല്ലാവർക്കും കാണാം ഗിമേൽ എന്ന് എഴുതിയിട്ടുണ്ട്. ഗിമേൽ അല്ലെങ്കിൽ ഗിമൽ എന്നൊക്കെ നിങ്ങൾക്ക് ഉച്ചരിക്കാം. ഓക്കെ, അതിന്റെ ഇംഗ്ലീഷ് എഴുതിയിട്ടുണ്ട്, മലയാളം എഴുതിയിട്ടുണ്ട്, അതിന്റെ ഹീബ്രു പദം എഴുതിയിട്ടുണ്ട്. ഗിമേലിന് അത് എഴുതുന്നത് ഗിമേൽ, മേം, ലമേത്, ഈ 3 അക്ഷരങ്ങളാണ് ഗിമൽ എന്നുള്ള പദം എഴുതാൻ എബ്രായ ഭാഷയിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഗിമൽ, മേം, ലമേത്. നമ്മള് മേമും പഠിച്ചിട്ടില്ല, ലാമേതും പഠിച്ചിട്ടില്ല. അത് നമുക്ക് തുടർന്നുള്ള കാര്യങ്ങളിൽ പഠിക്കാം. ഗിമൽ എന്ന് പറഞ്ഞത് 3-ാമത്തെ അക്ഷരം, എബ്രായ ഭാഷയിൽ 3-ാമത്തെ അക്ഷരം. എന്നാൽ ഗിമലിന്റെ വില 3ആണ്. അതിന് ഗ ശബ്ദമാണ് ഉള്ളത്. ഗ ശബ്ദം, ഗ ഗ എന്നുള്ള ശബ്ദം. ഇനി അതിന്റെ പിക്ചർ വേർഡ് ഒട്ടകം എന്ന അർത്ഥമുണ്ട്. അർത്ഥം, മീനിങ്, ഉയർത്തുക, ഉയർത്തി വിടുക എന്നൊക്കെ അർത്ഥമുണ്ട്. അതായത് ലിഫ്റ്റ് അപ്പ് എന്നൊക്കെയുള്ള അർത്ഥമാണ്. ഞാൻ നിങ്ങളുടെ നേരത്തെ പറഞ്ഞതുപോലെ ഓരോ പേജിലായിട്ട് ഇത് എഴുതുവാണെങ്കിൽ, അതായത് വില, ഗെമറ്റോറിയ വാല്യൂ 3 എന്ന് ഒരു പേജിൽ എഴുതുവാണെങ്കിൽ നന്നായിരിക്കും.
അതേ ശബ്ദം ഗിമൽ എന്ന് പറഞ്ഞ് എഴുതിയിരിക്കുന്ന അവിടെ തന്നെ എഴുതിയാൽ മതി. ചിത്രാക്ഷര ശബ്ദം അല്ലെങ്കിൽ പിക്ചർ വേർഡ് എന്ന് പറഞ്ഞിരിക്കുന്നതിന് ഒരു പേജ് തന്നെ ഉപയോഗിക്കുക. കാരണം നമുക്ക് വേറെ കുറച്ച് പോയിന്റും കൂടെ അഡീഷണൽ ആഡ് ചെയ്ത് പോകേണ്ടതായിട്ടുണ്ട്. പിന്നെ അർത്ഥം, മീനിങ് എന്ന് പറഞ്ഞെടുത്തത്. അതേപോലെ നിങ്ങൾ സൂക്ഷിച്ച് നോക്കുവാണെങ്കിൽ അവിടെ ഏർലി ഹിബ്രു എന്ന് പറഞ്ഞെടുത്ത് ഒരു ടിക്ക് പോലെ കാണാൻ പറ്റും. എനിക്ക് തോന്നുന്നു വളരെ ഫേമസ് ആയിട്ടുള്ള ഏതൊരു ഷൂ കമ്പനിയുടെ ഒരു ലോഗോയും ഇങ്ങനെ ഒരു ടിക്ക് മാർക്ക് പോലെ ഉള്ള ഒരു കമ്പനി ഉണ്ട്. എനിക്ക് ഏതാണെന്ന് പെട്ടെന്ന് ഓർമ്മ വരുന്നില്ല. അപ്പൊ അത് കാണിക്കുന്നത് ഒരു ഫുട്ട്, ഒരു കാലിന്റെ ഒരു ഇതാ കാണിക്കുന്നത്. ഒരു കാല് മുന്നോട്ട് പോകുന്നു എന്നതിനെ കുറിച്ചിട്ടാണ് കാണിക്കുന്നത്. ഇത് മനസ്സിലാക്കി വെക്കാനാണ് ഞാൻ പറയുന്നത്. അതിന്റെ മിഡിൽ ഹീബ്രു എന്ന് പറയുന്നത് അത് തിരിച്ച് മിഡിൽ ഹീബ്രു സ്റ്റൈൽ എന്ന് പറയുന്നത് ടിക്ക് മാർക്ക് വേറൊരു രീതിയിൽ അത് വരച്ചു വെച്ചിരിക്കുകയാണ്. അത് നമ്മൾ ഒട്ടകത്തെ കാണിക്കുന്നതായിട്ടാണ്. പിന്നെ ലേറ്റ് ഹീബ്രു വന്നപ്പോൾ അതിന് വീണ്ടും അതിന്റെ സ്വഭാവത്തിൽ ഒരു മാറ്റം വന്നു. ആ സ്വഭാവമാണ് നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നത്. ഒരാള് മുന്നോട്ട് ആയുന്ന ഒരു രീതിയിലുള്ള ചിത്രമാണ്. ഒരാൾ മുന്നോട്ട് നീങ്ങുക എന്നാണ് ചിത്രം. അത് എന്ത് ചെയ്യുന്നൊക്കെ പറഞ്ഞാൽ അത് നിങ്ങൾ മനസ്സിലാക്കണം. അത് ആ പഴയ രീതിയിൽ അത് എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ മോഡേൺ ഹീബ്രു വരുമ്പോൾ അതിൻ്റെ അകത്തും അത് കാണുവാൻ കഴിയുന്നുണ്ട്. ഓക്കെ, ഇവിടെയാണ് നമ്മൾ നേരത്തെ വായിച്ച നിങ്ങൾക്ക് ആ സ്ക്രീനിൽ കാണാൻ പറ്റുന്നുണ്ട്. മീക്ക പ്രവചനം നിങ്ങൾക്ക് കാണുവാൻ പറ്റും. മീക്ക പ്രവചനം അത് നിങ്ങൾ ഓർത്തു വെക്കുക. അതിൻ്റെ അകത്തുള്ള ഓരോ വാക്കുകളും ഓർത്തു വെക്കുക. പിന്നെ നമുക്ക് ഇവിടെ ഹഗോൽ എന്നാണ് എഴുതിയിരിക്കുന്നത്. ഒരു ഷൂവിന്റെ പടം പോലെ നിങ്ങൾക്ക് അങ്ങനെ കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. അത് കാണണം. അതിൻ്റെ അകത്ത് ഒരു ഷൂ പോലെ ഷൂ ഇട്ട ഒരാൾ നടന്നു പോകുന്ന ഒരു ഇതുണ്ട്. പക്ഷെ അയാളുടെ തലയിൽ കിരീടമുണ്ട്. അയാളുടെ ബാക്ക് സൈഡിൽ ഒരു തീപ്പന്തം പോലത്തെ തീയുടെ ഒരു രൂപം കാണാൻ പറ്റും. പിന്നെ ഒരു റോഡിന്റെ പ്രതലത്തിലാണ് അത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഫുഡ് സ്റ്റെപ്പുകളും താഴെ കാണാൻ പറ്റും. ഫുഡ് സ്റ്റെപ്പും കാണുവാൻ പറ്റും. അതിന്റെ താഴെ എന്താണ് നമുക്ക് ആ ചിത്രത്തിന്റെ യുവർ ചോയ്സ് എന്ന് പറഞ്ഞിട്ട് വെച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ചും ഞാൻ വിശദീകരിച്ച് തരാം. എന്താണ് ആ യുവർ ചോയ്സ് എന്നൊക്കെ ഉള്ളത്. അത് നമ്മുടെ ക്ലാസ്സിന്റെ അങ്ങോട്ട് പോകുമ്പോൾ ഞാൻ പറഞ്ഞു തരാം. അപ്പോ ഇവിടെ എഴുതിയിരിക്കുന്ന റിഡീമർ എന്നുള്ള ഒരു പദമുണ്ട്. ആ പദത്തിന്റെ മേളില് ഒരു എബ്രായ പദമുണ്ട്, ഹഗോൽ. ഹഗോൽ എന്നാണ് അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞത് കരുണാമയൻ അല്ലെങ്കിൽ വിടുവിക്കുന്നവൻ എന്നൊക്കെ അർത്ഥം. വലിയ അർത്ഥമാണ് ഈ ഗിമൽ എന്നുള്ള പദം. മുൻ ക്ലാസ്സുകളിൽ ഞാൻ പറഞ്ഞോ ഇല്ലയോ എന്ന് എനിക്ക് അറിയത്തില്ല. ആലഫ് മുതൽ തൗ വരെ നിങ്ങൾ ഓരോ അക്ഷരത്തിലും വാഴ്ത്തപ്പെട്ട നമ്മുടെ യഹോശുവനെ, കർത്താവിനെയാണ് കാണേണ്ടത്. ഈ 22 അക്ഷരത്തിന്റെ ഉള്ളിലും നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവുണ്ട്. അപ്പോൾ നമുക്ക് ഇതെല്ലാവർക്കും ഈ സ്ലൈഡ് കണ്ടു, എല്ലാവരും ഈ സ്ലൈഡ് മനസ്സിലാക്കി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് നമുക്ക് അടുത്തതിലേക്ക് പോകാം. ഇവിടെ നിങ്ങൾക്കൊരു ഒട്ടകത്തിന്റെ പടം ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒട്ടകം എന്നൊരു അർത്ഥവും കൂടി ഈ പദത്തിന്, ഗിമൽ എന്നുള്ള പദത്തിനുണ്ട്. അതിന്റെ ഒന്നുകൂടെ ഞാൻ എൻ്റെ അഡ്വാൻസ് ഇൻഫോർമേഷൻ പറയുകയാണ്. ഗെമറ്റോറിയ വാല്യൂ 3 എന്നാണ്. അതിന്റെ പിക്ടോഗ്രാഫ് ഒരു കാറിന്റെ പടമാണ്. കെറ്റവ് ഇവ്രിയുടെ ഒരു പടമാണ് ഈ ടിക്ക് മാർക്ക് ഇപ്പുറത്തിട്ടിരിക്കുന്നത്. അത് ഒട്ടകത്താണ് കാണിക്കുന്നത്. പിന്നെ കെറ്റവ് അശൂരത്ത് വരുമ്പോഴാണ് തലയിൽ കിരീടം വെച്ച ഒരു മനുഷ്യൻ നടന്നു പോകുന്നതായിട്ട് കാണുന്നത്. നമുക്ക് പഠിക്കേണ്ടതും നമുക്ക് മനസ്സിലാക്കേണ്ടതും ബുക്ക് ടൈപ്പാണ്. ഇപ്പൊ ഗിമൽ എന്ന് പറഞ്ഞിരിക്കുന്ന നമ്മൾ ആലഫ് 1 പഠിച്ചു. നമ്മൾ 1 മുതൽ 22 എന്നുള്ള സംഭവം പഠിക്കും. അപ്പോ ഈ ന്യൂമറിക് ഈ 1, 1, 2, 3, 4, 5, 6 എന്ന് പറഞ്ഞ് നമ്മൾ താഴോട്ട് പോകുന്നതിൽ 3 എന്ന് പറഞ്ഞതാണ് ഗിമൽ. പക്ഷെ അതിന്റെ ഗെമറ്റോറിയ വാല്യൂ 3 ആണ്. 3 എന്ന് പറയുമ്പോൾ പെട്ടെന്ന് നിങ്ങളുടെ മനസ്സിൽ വരുന്ന ഒരു ചിത്രം എന്താണെന്ന് ഞാൻ പറഞ്ഞോട്ടെ. ത്രിത്വം, പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. വെരി ഗുഡ്. ആ ഉത്തരം ശരിയാണ്. ആ ഒരു ചിത്രം നിങ്ങളുടെ മനസ്സിലേക്ക് പതിയട്ടെ. അതേപോലെ 3 കുറിച്ച് നമുക്ക് വേറെ കുറെ കാര്യങ്ങളൊക്കെ പറയാനുണ്ട്. 3 കുറിച്ച് വളരെ വ്യത്യസ്തമായ ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷെ നിങ്ങൾക്ക് ഈ പ്രാവശ്യം കുറച്ച് കാര്യങ്ങൾ
ഞാൻ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറയും. അത് നിങ്ങൾ കൃത്യമായിട്ട് നോട്ടിൽ എഴുതി വെച്ച് നിങ്ങൾ അതൊക്കെ മനസ്സിലാക്കി നിങ്ങൾ പഠിക്കണം. അപ്പോ നമ്മുടെ ഓർഡർ ആൻഡ് വാല്യൂ, തേർഡ് ലെറ്റർ ഓഫ് ദ ആലഫ് ആൻഡ് ബെയ്ത്ത്, ന്യൂമറിക്കൽ വാല്യൂ 3 എന്ന് ഞാൻ ഒന്നുകൂടെ പറയുവാണ്. അതിന്റെ സൗണ്ട് ഹാർഡാണ്. അതിന്റെ സൗണ്ട് ലൈറ്റും വരും. കാരണം ലൈറ്റ് വരുന്ന എപ്പോഴാന്ന് വെച്ചാൽ കെഫ ബഗത്ത് എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ഒരു ഗ്രാമറിന്റെ ഒരു സിസ്റ്റം, അതായത് ഈ ഗിമലിന്റെ നടുക്ക് ഒരു കുത്ത് വരുമ്പോ അതിന്റെ സ്വഭാവം മാറും, അത് കുറച്ചും കൂടി സോഫ്റ്റ് ആവും. പക്ഷെ ഈ ഗ എന്നുള്ള സൗണ്ട്, ഗ ഇച്ചിരി ഹാർഡായിട്ട് തന്നെ പറയണം. അതാണ് അങ്ങനെ എഴുതിയിരിക്കുന്നത്. ഗ അല്ലെങ്കിൽ ഗ സൗണ്ട്. ഞാൻ നേരത്തെ ഒന്നുകൂടെ പറയാം. പഴയ കാലത്തെ പുരാതന കാലത്തെ പിക്ടോഗ്രാം അക്ഷരത്തിൽ ഇതിന് ഒട്ടകം അല്ലെങ്കിൽ ഭാരം ചുമക്കുന്ന എന്നർത്ഥമുള്ള, അല്ലെങ്കിൽ പ്രൊവിഷൻ എന്നുള്ള എന്നുവെച്ചാൽ സകലവും തികഞ്ഞ് ഉള്ള ഒരാള് എന്നുള്ള അർത്ഥമുണ്ട്. പിന്നെ ലിഫ്റ്റിംഗ് അപ്പ്, ഉയർത്തുക. അപ്പോ ക്യാമൽ എന്താന്ന് നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. ക്യാമൽ നമ്മുടെ കോന്നിയിലും അതേപോലെ തന്നെ അടൂരിലും ഒന്നും കാണുന്ന, തൃശ്ശൂരിലും ഒന്നും കാണുന്ന ഒരു ജീവിയല്ല. അതെവിടെയാണ് കാണുന്നത്? കൂടുതലും മരുപ്രദേശങ്ങളിലാണ്, അല്ലേ? നമ്മുടെ നാട്ടില് നമ്മൾ ക്യാമലിനെ കാണാറില്ല. നമ്മുടെ നാട്ടിൽ കൂടുതലും കാണുന്നത് ആട്, പശു എന്നുള്ളത്. ഇത് മധ്യപൂർവേഷ്യ രാജ്യങ്ങളിൽ കൂടുതലായി കാണപ്പെടുന്ന ഒരു മൃഗമാണ്. അത് കാണുന്നതിന് നമ്മൾ ഒരു ഒട്ടകത്തെ കാണുന്നത് എങ്ങനെയാണ്? ചെറിയ ജീവിയല്ല ഒട്ടകം, വളരെ ഹ്യൂജ് ആയിട്ടുള്ള ഒരു ജീവിയാണ്. വളരെ ഹ്യൂജ് ആയിട്ട് ഒരു ഒട്ടകത്തിന്റെ മേലിൽ കയറാൻ ആ ഒട്ടകം നമ്മുടെ ലെവലിലേക്ക് താഴ്ന്നു വരണം. എന്നാൽ മാത്രമേ നമുക്ക് ആ ഒട്ടകത്തിന്റെ പുറത്തേക്ക് കയറാൻ പറ്റൂ. ഒരു ഒട്ടകത്തിന്റെ പുറത്ത് ഒരു ഏണി വെച്ചൊന്നും ആരും കയറിയ ചരിത്രം എനിക്കറിയത്തില്ല. പക്ഷെ ഒട്ടകം താന്ന് നമ്മളോളം നിലത്ത് വരും. അതും വന്നില്ലെങ്കിൽ ഞാൻ കണ്ടിട്ടുണ്ടെന്ന് വെച്ചാല്, ഡെസേർട്ട് സഫാരിക്ക് ഞാൻ UAE പോയിട്ടുള്ള സമയത്ത് ഈ ഒട്ടകം ചില സമയത്ത് കുറച്ചും കൂടെ താഴത്തില്ല. അപ്പൊ ആ ഒട്ടകത്തെ നിയന്ത്രിക്കുന്ന ആള് ഒരു ചെറിയൊരു അടി കൊടുക്കുമ്പോൾ വീണ്ടും അതങ്ങ് കുനിയും. അപ്പൊ നമ്മുടെ ലെവലിലേക്ക് അത് താഴും. ഇവിടെ നിങ്ങൾക്ക് എന്തുവാ മനസ്സിലാക്കാൻ പറ്റുന്നത്? നമ്മുടെ യേശു കർത്താവിനെയാണ്. നമ്മുടെ യേശു കർത്താവ് സ്വർഗത്തിൽ നിന്നും അതെല്ലാം വെടിഞ്ഞ് താണ ഭൂമിയിലെ ഈ പൊടിയോളം മനുഷ്യൻ എങ്ങനെയാ കിടന്നേ? ആ പൊടിയിൽ നിന്ന് സൃഷ്ടിച്ച് ആ പൊടിയുടെ അത്രയും താഴ്മയിൽ വന്ന നമ്മളെ ആ ആ എന്താ തോളത്തെടുത്തിട്ട് ഉയരത്തിലേക്ക് കൊണ്ടുപോകുന്ന ഒരു ഒരു ചിത്രമാണ് നിങ്ങളുടെ ഉള്ളിലേക്ക് വരേണ്ടത്. അതേ കണക്ക് തന്നെ പ്രൊവിഷൻ എന്നുള്ളത് എന്നാ നമ്മൾ പ്രൊവിഷൻ സ്റ്റോർ എന്നൊക്കെ നമ്മൾ വായിച്ചു. അവിടെ എല്ലാ തരത്തിലുമുള്ള സമൃദ്ധമായ കാര്യങ്ങൾ, അല്ലെ? അപ്പൊ നമ്മുടെ യേശു കർത്താവ് എന്ന് പറയുന്നത് ധനികനായ രാജാവാണ്. ഹല്ലേലൂയ! അവൻ രാജാവാണ്. ആ രാജാവ് വന്നിട്ട് എന്ത് ചെയ്തു? നമുക്കുള്ളതെല്ലാം തന്നു. പിന്നെ ലിഫ്റ്റിംഗ്, ഭൂമിയിൽ നിന്ന് ഇപ്പൊ ഞാനിപ്പം ഇവിടെ ഇരുന്നിട്ട് എനിക്ക് ഇവിടുന്ന് ഒരാളിങ്ങനെ പൊക്കിയെടുക്കാൻ പറ്റത്തില്ല. ലിഫ്റ്റിംഗ് അപ്പ് എന്ന് പറയുമ്പോൾ മുകളിൽ നിന്നും ഒരാൾ വന്ന് താഴേന്ന് പൊക്കിയെടുക്കുന്നതിനാണ് ലിഫ്റ്റിംഗ് അപ്പ് എന്ന് പറയുന്നത്. അപ്പോ യേശു കർത്താവ് സ്വർഗത്തിൽ നിന്നും വന്ന ഭൂമിയിലുള്ള നമ്മളെ ഉയർത്തിക്കൊണ്ടു പോകുന്നു. നമ്മളെ ഉയർത്തുവാനാണ് വന്നത്. നമ്മളെ ഉയർത്തുവാൻ അവൻ താഴ്മ ധരിച്ചു. ഹല്ലേലൂയ! നമുക്ക് അതിൻ്റെയൊക്കെ ഒരുപാട് വിശദീകരണങ്ങളിലേക്ക് പോകണം. ദൈവം നിങ്ങൾ പ്രാർത്ഥനയോടെ ഇരിക്കണം. ദൈവം നമ്മളെ ശക്തിയുമായിട്ട് ബലപ്പെടുത്താനായിട്ട്. അതിനുള്ള ഫോമ, അല്ലെങ്കിൽ ക്ലാസിക്കൽ ഹീബ്രുവില് നമുക്ക് ആ ഗിമൽ എന്നുള്ള ആ അക്ഷരം കാണുവാൻ കഴിയുന്നത് എന്താണ്? ഒരു മനുഷ്യൻ നടന്നു പോകുന്നതാണ് കാണുവാൻ കഴിയുന്നത്. ഒരു മനുഷ്യൻ നടന്നു പോകുന്ന ഒരു ചിത്രം അതിനുണ്ട്. അത് സൂക്ഷിച്ചു നോക്കിയാൽ കാണാം. അതേപോലെ തന്നെ ഈ ഈ ഈ അക്ഷരം ഗിമൽ എന്നുള്ള അക്ഷരം ഉണ്ടാക്കിയിരിക്കുന്നത് 2 അക്ഷരങ്ങൾ ചേർത്താണ്. ഞാൻ ക്ലാസ്സിൽ പറഞ്ഞിട്ടില്ല, സോറി. ഞാൻ ആ ഒരു കാര്യം ഞാൻ പറഞ്ഞു വരാം. ഈ ആലഫ് മുതൽ തൗ വരെയുള്ള ഈ 22 അക്ഷരങ്ങളിലും എബ്രായ അക്ഷരങ്ങളിലെ പല അക്ഷരങ്ങളും കൂട്ടി യോജിപ്പിച്ചിട്ടാണ് ഓരോ അക്ഷരയും ഉണ്ടാക്കിയിരിക്കുന്നത്.
ഒന്നുകൂടെ വ്യക്തമായിട്ട് പറയാം, മനസ്സിലാകാത്തവർക്കറിയാം. 22 അക്ഷരങ്ങളുടെ അകത്ത് തന്നെ എബ്രായ അക്ഷരങ്ങളിലെ പല അക്ഷരങ്ങളും കൂട്ടി യോജിപ്പിച്ചിട്ടാണ് ആ ഓരോ അക്ഷരങ്ങളും ഉണ്ടാക്കിയിരിക്കുന്നത്. ഞാൻ വിചാരിക്കുന്നു നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞത് മനസ്സിലായെന്നാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് 2 അക്ഷരങ്ങൾ വരുന്നുണ്ട്. ഒന്ന് വാവ് എന്നുള്ള അക്ഷരവും യോദ് എന്നുള്ള അക്ഷരം. വാവ് ആൻഡ് യോദ്. യോദ് കരം എന്നാണ് അർത്ഥം. വാവിന് കൂടാരക്കുറ്റി, ആണി എന്നൊക്കെ അർത്ഥമുണ്ട്. അതായത് കൈ പിടിച്ച്. അപ്പം നിങ്ങൾക്കറിയാമല്ലോ ആർക്കാണ് മുറിവേറ്റ കരമുള്ളതെന്ന്. നിങ്ങൾക്ക് ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും അറിയാം. ആണിപ്പഴുതുള്ള മുറിവേറ്റ കരം ഉള്ളത് ആർക്കാണ്? ആ കരം, മുറിവേറ്റ കരത്തിനാൽ നമ്മളെ ഉയർത്തുന്ന ഒരു ദൈവം നമുക്കുണ്ട്, ജീവനുള്ള. ഹല്ലേലൂയ. ഇന്നും നമ്മളുടെ അപേക്ഷകൾ, നമ്മൾ പറയുന്നത്, നമ്മൾ പ്രാർത്ഥിക്കുന്നത് കേൾക്കുന്ന ഒരു ദൈവമുണ്ട്. ഓക്കെ. And next point is the yod points leftward represent movement or walking forward. അതായത് ഇതിന്റെ ഡയറക്ഷൻ നോക്കുകയാണെങ്കിൽ ഒരു മനുഷ്യൻ മുന്നോട്ട് ആഞ്ഞു നടക്കുന്നത് പോലെയുണ്ട്. ഓക്കെ, നമുക്ക് അടുത്ത സ്ലൈഡിലേക്ക് പോകാം. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് ഗിമലിനെ കാണാൻ പറ്റും. വളരെ സൗന്ദര്യമുള്ള ഒരു ഗിമലിനെയാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. ആ ഗിമലിന്റെ തലയിൽ ഒരു കിരീടമൊക്കെ ഉണ്ട്. ആ തലയുടെ അവിടെ, കാലിന്റെ അവിടെ ഉണ്ട്, പിന്നെ ഒരു ഫേസ്. ഇതാണ് ഒരു ഗിമലിന്റെ ഒരു രൂപം. ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. നിങ്ങൾക്ക് അതെങ്ങനെയാണ് പ്രൊനൗൺസ് ചെയ്യേണ്ടതൊക്കെ ഞാൻ അവിടെ എഴുതിയിട്ടുണ്ട്. അപ്പൊ അത് എങ്ങനെ എഴുതണം, ആ സ്ട്രോക്ക് വരെ ഞാൻ അവിടെ കാണിച്ചിട്ടുണ്ട് അതെങ്ങനെ എഴുതേണ്ടതെന്ന്. എന്നാലും ഞാൻ ക്ലാസ്സിന്റെ അവസാനം ഞാൻ അതൊന്നും കൂടെ നിങ്ങൾക്ക് വിശദീകരിച്ചു തരാം. ഇവിടെ ബുക്ക് പ്രിന്റ്, മാനുവൽ പ്രിന്റ്, കേഴ്സീവ് ഒക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ അതൊന്നും നോക്കണ്ട. ജസ്റ്റ് അതൊന്ന് നോക്കി മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ്. നമ്മൾക്ക് ബുക്ക് പ്രിന്റ് മാത്രം നോക്കിയാൽ മതി. നമ്മളുടെ ഉദ്ദേശം വായനയാണ്. എന്നാൽ നമ്മൾ പഠിക്കുന്നത് എബ്രായ ഭാഷയാണ്. നമ്മളിത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം നമുക്ക് സംസാരിക്കാനും എഴുതുവാനും പറ്റും. നമ്മൾ പക്ഷേ ബിബ്ലിക്കൽ ഹീബ്രു ആണ് നമ്മൾ എഴുതുന്നത്. നമ്മുടെ കമ്മ്യൂണിക്കേറ്റീവ് ഹീബ്രു അല്ല. ഞാനത് പലപ്പോഴും പറയാം. കാരണം ഇസ്രായേലിലുള്ള മക്കള് മറ്റ് ഗ്രൂപ്പിൽ പഠിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ചില കാര്യങ്ങൾ പറയുമ്പോൾ, ഇല്ല സാറേ ഞങ്ങൾ സംസാരിക്കുന്നത് ഇങ്ങനെയാണ്. ഞാൻ പറഞ്ഞു അത് നിങ്ങളുടെ കമ്മ്യൂണിക്കേറ്റീവ് ഹീബ്രു ആണ്. പക്ഷെ നമ്മൾ പഠിക്കുന്നത് വേദമായിട്ടുള്ള ഹീബ്രു, അതായത് ബിബ്ലിക്കൽ ഹീബ്രു ആണ്. ഇവിടെ നിങ്ങൾക്ക് കാണുവാൻ കഴിയും ഒരു പാവപ്പെട്ടവന്റെ പുറകിൽ ഒരു പണക്കാരൻ ഓടിപ്പോകുന്ന ഒരു പടം. ഇതെന്താ കാണിക്കുന്നെന്ന് വെച്ചാല് ഇതിനൊരു വേറൊരു അർത്ഥവും കൂടെ ഉണ്ട്. പുവർ മാൻ. കാരണം ഈ റിച്ച് മാൻ എന്ന് പറയുന്നത് ഗിമലാണ്. അപ്പോ ഇവിടെ 2 അക്ഷരം കൂടി ഞാൻ മേളിൽ കൊടുത്തിട്ടുണ്ട്. ഒന്ന് ദലത്ത്, ഒരു ദലത്തിന് ഞാൻ ഇട്ടിട്ടുണ്ട്, ഒരു ഗിമൽ ഇട്ടിട്ടുണ്ട്. യഥാർത്ഥത്തില് നമ്മുടെ കമ്പ്യൂട്ടറിന്റെ പ്രശ്നം കൊണ്ടാണ് ഈ ടൈപ്പ് ചെയ്തപ്പോ ദലത് ഇപ്പുറത്തും വന്നത്, ഗിമൽ ഇപ്പുറത്തും വന്നത്. അതിൽ ദലത് അപ്പുറത്താണ് പോകേണ്ടത്. ഗിമൽ ഇരിക്കേണ്ട ഭാഗത്താണ് ദലത് വരേണ്ടത്, ഇപ്പുറത്തെ ഭാഗത്താണ് ഗിമൽ വരേണ്ടുന്നത്. ഓക്കെ, കുഴപ്പമില്ല. അത് നിങ്ങൾ മനസ്സിലാക്കും, ക്ഷമിക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോ ഗിമല് ദലതിന്റെ പുറയിൽ ഓടുക. എന്തിനാ? ദലത് വെറും ഒരു പാവപ്പെട്ടവനാ, വളരെ പാവപ്പെട്ടവനാ. നമ്മൾ മുൻകാലങ്ങളിൽ പഠിച്ചു, എന്ത് പഠിച്ചു? ബെയ്ത്തിനെ പഠിച്ചു. ബെയ്ത്ത് എന്ന് പറയുന്നത് വീടെന്ന് പറയുന്നത്. അപ്പൊ വീട്ടിലിരുന്ന ഗിമൽ ദലതിനെ പിടിക്കുവാനായിട്ട് ഓടുക. ദലത് ഓടുക, ഭയങ്കര ദലത് പേടിച്ചു. ഇത് ഒരു ഒരു പണക്കാരൻ എന്റെ പുറകിന്, അല്ലെങ്കിൽ ഒരു കാശുകാരൻ എന്റെ പുറകിന് ഓടി വരുന്നു. എന്തിനാണോ? ഇനി കൊല്ലാനാണോ? വല്ലതും തരാനാണ്? ഒന്നും അറിയത്തില്ല. പക്ഷെ ദലത് ഓടുക. പക്ഷെ ഈ ദലതിനെ ഗിമൽ പിടിക്കുന്നു. പിടിച്ചിട്ട് പറയുന്നു, നീ പാവപ്പെട്ടവനാ, വളരെ പാവപ്പെട്ടവനാ. എനിക്കറിയാം. ആ പാവപ്പെട്ടത് ഞാൻ മനസ്സിലാക്കി. എൻ്റെ സമ്പത്ത് മുഴുവനും, എനിക്ക് എൻ്റെ ബാങ്കിൽ കിടക്കുന്ന എൻ്റെ ഫുൾ പൈസയും ഞാൻ ഇന്ന് ദലതിന് തരുക. ദലത് എടുത്തു, എനിക്കൊന്നും വേണ്ട, എനിക്കൊരു താങ്ക്സ് പോലും വേണ്ട എന്നാണ് ഗിമൽ പറയുന്നത്. ആ ഗിമൽ പോവുകയാണ് എന്നിട്ട് അടുത്ത ആളെ തേടിയിട്ട്. ഇത് നമ്മളെ കാണിക്കുന്നത് എന്താണ്? നമ്മുടെ യേശു കർത്താവിനെയാണ് കാണിക്കുന്നത്. അവൻ ഈ ഭൂമിയിൽ, കാണഭൂമിയിൽ വന്നത് എന്തിനാണ്? ദരിദ്രരായ നമ്മളെ സകലത്തിനും സമ്പന്നതയാക്കാൻ വേണ്ടിയിട്ടാണ്.
ഹല്ലേലൂയ. അപ്പോ പെട്ടെന്ന് നിങ്ങൾ ആരും ചിന്തിച്ച് ഇങ്ങനെ കളയരുത്, ആ, നമുക്ക് ഒരു കാശുമില്ല, നമ്മളെ നാളെ ദൈവം കാശുകാരനാക്കും. അതല്ല ഞാൻ ഈ പറഞ്ഞത്. ആത്മീയമായിട്ടുള്ള അനുഗ്രഹം, ആത്മീയമായ സമ്പത്താൽ നമ്മളെ നിറയ്ക്കുവാനായിട്ടാണ് യേശു കർത്താവ് ഈ ഭൂമിയിലേക്ക് വന്നത്. ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് ക്രൗണ്ട് ലെറ്റേഴ്സ് എന്ന് പറയും. ഞാൻ നേരത്തെ നമ്മൾ കണ്ടു, ഗിമലിന്റെ തലയിൽ ഒരു തൊപ്പി ഇരിക്കുന്നു. അപ്പം എന്താണ് ഈ ക്രൗണ്ട് ലെറ്റേഴ്സ്? അതിന് പറയുന്ന വാക്കുകൾ എന്താണ്? അപ്പൊ അതിന്റെ ഒരു എന്താ പറയാ, ഒരു വിശദീകരണം ഞാൻ തരാം. അതൊരു പേജിന്റെ അകത്ത് നിങ്ങൾ ക്രൗണ്ട് ലെറ്റേഴ്സ് അല്ലെങ്കിൽ ടാൻജിൻ ലെറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ട് എഴുതി വെച്ചിരുന്നാൽ മതി. അതെങ്ങനെ ഉച്ചരിക്കണം, അതിന്റെ താഴെ ഒരു വാക്കുണ്ട്, അതെങ്ങനെ ഉച്ചരിക്കണം, അത് ഏതൊക്കെ വാക്കുകളാണെന്ന് ഞാൻ കുറച്ചും കൂടി വിശദീകരിച്ചു തരാം. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്കും എൻ്റെ ലെക്ചർ ക്ലാസ്സിലേക്കും കിടക്കാം. ഓക്കെ, നമ്മൾ എഴുതിക്കോ. ഗിമൽ സകലതും തീർത്ത് നൽകുന്നവൻ എന്നുള്ള ഒരു ടൈറ്റിൽ എഴുതിക്കോ. സകലതും തീർത്ത് നൽകുന്നവൻ. അതല്ലെങ്കിൽ നമ്മളുടെ ഇന്നത്തെ ഇതിൽ കാണിച്ചതുപോലെ ഔദാര്യത്തോടെ ഔദാര്യത്തോടെ സകലതും നൽകുന്നവൻ എന്നുള്ള ഒരു അർത്ഥം നിങ്ങൾക്ക് എഴുതാം. ഭയങ്കര അതൊരു നല്ല കാര്യമായിരിക്കും. സകലതും ഔദാര്യത്തോടെ നൽകുന്നവൻ. ഓക്കെ, ഞാൻ നിങ്ങളുടെ പഴയ നോട്ട്ബുക്കിൽ നിങ്ങൾ 1, 2, 3 എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ എഴുതിയിട്ടിട്ടുണ്ട്. എന്നാലും ഞാൻ ഒന്നെന്ന് പറയുമ്പോൾ ആ ഒന്നെന്നുള്ള പേജിൽ നിങ്ങൾ എന്താണ് കുറിച്ച് വെച്ചിരിക്കുന്നത് അവിടെ നിങ്ങൾ ഇത് ആഡ് ചെയ്ത് പോവുക. അതായത് 1 പിക്ടോഗ്രാഫിക് മീനിങ് ആയിരിക്കും ഞാൻ പറയുന്നത്. 2 ഗമറ്റോറിയ വാല്യൂ, മാത്തമാറ്റിക്കൽ വാല്യൂ ആയിരിക്കും ഞാൻ പറയുന്നത്. 3-ാമത്തെ പേജിൽ നിങ്ങൾ എഴുതേണ്ടത് പ്രോഫറ്റിക് ലെയർ ആണ്. കഴിഞ്ഞ പ്രാവശ്യം ഞാനത് പറഞ്ഞിരുന്നു. അടുത്തത് 4 എന്ന് പറയുമ്പോൾ അവിടെ സ്പിരിച്വൽ മീനിങ് എന്ന് നിങ്ങൾക്ക് പറയാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ചില കീ വേർഡ്സുകൾ പഠിക്കുന്നു, ന്യൂ ടെസ്റ്റ്മെന്റ് കണക്ഷൻ പഠിക്കുന്നു, മിസ്റ്റിക്കൽ ഇൻസൈറ്റ് പഠിക്കുന്നു. അത്രയാണ് നമ്മൾ. അതിന്റെ കൂട്ടത്തിൽ ഞാൻ കുറച്ചും കൂടി ആഡ് ഓൺ ചെയ്തിട്ടുള്ള നോട്ട്സും കൂടെ ഞാൻ പറഞ്ഞ് നമുക്ക് വിശദീകരിക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ ക്ലാസ് ലെക്ചറിങ് തുടങ്ങുവാണ്. അപ്പോൾ നിങ്ങളത് എഴുതിയെടുക്കണം. ആദ്യത്തത് പിക്ടോഗ്രാഫിക് മീനിങ്. അതിന്റെ മീനിങ് ഞാൻ പറഞ്ഞു, ദ ക്യാമൽ എന്ന ഒട്ടകം. ഞാൻ പറയുമ്പോൾ ഇംഗ്ലീഷ് വാക്കുകൾ ഞാൻ പറയുന്നുണ്ടെങ്കിൽ ആർക്കെങ്കിലും മനസ്സിലാവാതെ വരുവാണെങ്കിൽ എന്നെ ക്ലാസ് കഴിഞ്ഞിട്ട് നിങ്ങൾ ചോദിക്കുവാണെങ്കിൽ ഞാൻ എൻ്റെ മലയാളം പറഞ്ഞു തരാം. ഞാൻ ഈ പിക്ടോഗ്രാഫിക് മീനിങ് പാലിയോ ഹീബ്രു ആണെന്ന് ഞാൻ പറഞ്ഞു. അത് ഒട്ടകത്തിന്റെ ആ കഴുത്ത് അല്ലെങ്കിൽ കാല്, ഇതൊക്കെ വളരെ അർത്ഥമുള്ളതാണ്. അപ്പോ ഈ രീതിയിലാണ് ആ പിക്ടോഗ്രാഫിക് ഹീബ്രു അന്ന് ആ കാലത്ത് എഴുതിയിരുന്നത്. ദ ക്യാമൽ സിംബലൈസസ് ക്യാരീസ് റിച്ച് മീനിങ്. നല്ല സമ്പന്നമായ അർത്ഥമാണ് ഈ ഒട്ടകത്തെ സൂചിപ്പിക്കുന്നത്. എന്താണ് ഈ നമ്മൾ നോക്കുമ്പോൾ മരുഭൂമിയിൽ യാത്ര ചെയ്യുന്ന ഒരു വാഹനമാണ്. ഒട്ടകത്തിന് വളരെ വലിയ അർത്ഥമുണ്ട്. എത്ര ദൂരം വേണമെങ്കിലും നടക്കും, എത്ര കൊടും വേനലിലും, അതായത് മനുഷ്യന് സഹിക്കാൻ പറ്റാത്ത ചൂടിനപ്പുറവും ഇത് സഞ്ചരിച്ചു കൊണ്ടിരിക്കും. ഇത് ഒരു തവണ വെള്ളം കുടിക്കുമ്പോൾ ഇത് ഒരുപാട് തരത്തിലുള്ള വെള്ളം കുടിച്ച് അത് ശേഖരിച്ചു വെക്കാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ട്. അതൊന്ന് മനസ്സിലാക്കണം. അതേ കണക്ക് തന്നെ ഈ വന്യതയിൽ, ഈ കൊടും വന്യതയില് ഇത്രമാത്രം സഹിഷ്ണുതയോട് നടക്കുന്ന ഒരു ജീവി വേറെയില്ല. പിന്നെ നമ്മൾ ഈ ഒട്ടകത്തെ കുറിച്ചിട്ടുള്ള ഒരു ചിന്തകൾ വരുമ്പോൾ ഒട്ടകത്തിന്റെ പുറത്ത് ധനികരായിട്ടുള്ള ആൾക്കാർ കടന്നു വരുന്നതും അങ്ങനെയുള്ള ചിത്രങ്ങളും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്, വായിച്ചിട്ടുണ്ട്. ഇത് ഒരു കൊടുക്കൽ വാങ്ങലിന്റെ ഒരു അടയാളമായിട്ടും ഒരു അർത്ഥമായിട്ടും ഈ ഒരു അർത്ഥത്തെ, ഈ ഗിമൽ എന്നുള്ള അർത്ഥത്തെ കാണിക്കുന്നു. പ്രത്യേകിച്ച് ഈ പിക്ടോഗ്രാഫിക് മീനിങ്ങുമായിട്ട് ബന്ധം. അപ്പൊ ഇതെല്ലാം ചേർത്ത് വച്ചിട്ടായിരിക്കണം നമ്മൾ ഗിമൽ എന്നുള്ള ആ പദത്തെ കാണേണ്ടത്. അടുത്തത് മാത്തമാറ്റിക്കൽ വാല്യൂ അല്ലെങ്കിൽ ഗമറ്റോറിയ വാല്യൂ. ഗിമൽ ഇസിക്കൽ ടു 3 എന്ന് എഴുതണം. ദ നമ്പർ ഓഫ് കംപ്ലീറ്റ്നെസ്, ഹാർമണി ആൻഡ് ഫുൾനെസ്. പൂർണ്ണമായ, വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള
മൈത്രി അല്ലെങ്കിൽ ഹാർമണി, എന്നുവെച്ചാൽ എല്ലാ കാര്യത്തിലും മൈത്രതയുള്ള ഒരു ഒരു കാര്യമായിട്ടാണ് മൂന്നിനെ കാണിക്കുന്നത്. നമ്മള് ആലഫിനെ കുറിച്ച് പഠിച്ചപ്പോ എന്ത് പഠിച്ചു? ഏകൻ എന്ന് പഠിച്ചു, അല്ലെ? ബെയ്ത്തിനെ കുറിച്ച് പഠിച്ചപ്പോ നമ്മൾ എന്ത് പഠിച്ചു? ഗെമറ്റേറിയ വാല്യൂ 2 എന്ന് പഠിച്ചു. ഈ 2 നമ്മൾ അതിനെ കാണിക്കുന്നത് പുത്രനെ കുറിച്ച് കാണിക്കുന്നു, ഡ്യുവാലിറ്റിയെ കുറിച്ച് കാണിക്കുന്നു. ഡ്യുവാലിറ്റി എന്ന് പറയുമ്പോൾ അവിടെ ആകാശം, ഭൂമി, മനുഷ്യൻ, സ്ത്രീ, അല്ലെ? നമ്മൾ അങ്ങനെ കുറച്ച് അർത്ഥങ്ങളൊക്കെ കഴിഞ്ഞ വർഷം പഠിച്ചു. ഇവിടെ 3 എന്ന് പറയുമ്പോൾ ഒരു കംപ്ലീറ്റ്നെസ്സിനെയാണ് കാണിക്കുന്നത്. ഒരു കംപ്ലീറ്റ്നെസ്, ഒരു ഹാർമണി, ഒരു ഫുൾനെസ്സിനെ കാണിക്കുന്നു. പിന്നെ ഞാൻ പറഞ്ഞ കണക്ക് നമ്മള് വേദപുസ്തകത്തിന്റെ അടിസ്ഥാനത്തിൽ ചിന്തിക്കുമ്പോൾ നമുക്ക് ഹോളി സ്പിരിറ്റിനെ ചിന്തിക്കും. അപ്പൊ ആലഫ് ഇസിക്കൽ ടു വൺനെസ് ഓഫ് ഗോഡ്, and Beth too is equal to, it shows the duality, it shows the relationship, it shows the house. നമ്മൾ ഇതെല്ലാം കഴിഞ്ഞ ആഴ്ച പഠിച്ചതാണ്. എന്താണ്? ഒരു ഡ്യുവാലിറ്റിനെ കുറിച്ച് കാണിച്ചു, ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് കാണിച്ചു, പിതാവും പുത്രനും തമ്മിലുള്ള ഒരു ബന്ധത്തെക്കുറിച്ച് കാണിച്ചു, പഠിച്ചു. പിന്നെ വീട് എന്നൊരർത്ഥമുണ്ട്. ആ വീട്ടിലാണല്ലോ കുടുംബാംഗങ്ങള്, കുടുംബത്തിൻ്റെതായിട്ടുള്ള ഒരു 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 എന്താ പറയാ, കുടുംബങ്ങൾ വരുന്നതും കുടുംബങ്ങൾ ഉണ്ടാവുന്നതും കുടുംബത്തിന്റെ സമ്മേളനം ഉണ്ടാകുന്നതും ഭവനത്തിലാണ്. അപ്പോൾ അവിടെ ആ റിലേഷൻഷിപ്പിനെയാണ് കാണിക്കുന്നത്. അപ്പോൾ ഗിമൽ എന്ന് പറഞ്ഞ എന്താണ്? ഈ കുടുംബാംഗങ്ങളെല്ലാം ഒത്തുചേർന്ന് വരുമ്പോൾ എന്താണ് അവിടെ ഉണ്ടാവുന്നത്? അവിടെ സ്നേഹമുണ്ടാകും, ഐക്യതയുണ്ടാകും, അവിടെ കുടുംബം എന്നുള്ള പൂർണ്ണത വരും, അവിടെ അബണ്ടൻസ് ഉണ്ടാവും. അപ്പോ ഗിമൽ എന്ന് എഴുതിയിട്ട് ഓവർഫ്ലോ ഓഫ് ദാറ്റ് യൂണിയൻ, ഐക്യത്തിന്റെ അനർഗള നിർഗളമായ ഒഴുക്ക്. മലയാളത്തിൽ അങ്ങനെ പറയാം, അനർഗളവും നിർഗളവുമായിട്ടുള്ള ഒഴുക്ക്. അവിടെ എന്താണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്? ഐക്യം, സ്നേഹം, സഹിഷ്ണുത, തമ്മിൽ തമ്മിൽ ക്ഷമിക്കുവാനുള്ള എല്ലാം ഉണ്ടാകുമ്പോൾ അവിടെ എന്താ ഉണ്ടാവുന്നേ? പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങൾ കായ്ക്കാൻ തുടങ്ങും, അല്ലെ? അവിടെ സ്നേഹം, പൂർണ്ണത, ജ്ഞാനം, ക്ഷമിക്കപ്പെടാൻ, സ്നേഹിക്കുവാനുള്ള അപ്പം അനുഗ്രഹങ്ങൾ ചൊരിയുന്നു, സമൃദ്ധി ഉണ്ടാകുന്നു. പിന്നെ 3 ഈസ് ഓൾവേസ് നമ്പർ ഓഫ് ലൈഫ് ആൻഡ് റെസറക്ഷൻ, അല്ലെ? 3 പുനരുത്ഥാനത്തെയും ജീവനെയും കാണിക്കുന്ന ഒരു കാര്യമാണ്. ഓൺ ദ തേർഡ് ഡേ ദ എർത്ത് ബ്രോട്ട് ഫോർത്ത് ലൈഫ്, അല്ലെ? നമ്മള് 1:11 ഉൽപ്പത്തി പുസ്തകം 1:11 നമുക്ക് വായിക്കാൻ എന്ത് കഴിയും? എന്താ വായിക്കാൻ കഴിയുന്നേ? അവിടെ ജീവൻ, ഭൂമിയിൽ ജീവന്റെ ജീവൻ ഉണ്ടാക്കി തുടങ്ങി ദൈവം. ഓരോ സൃഷ്ടിപ്പിന്റെ, നമുക്ക് വേണമെങ്കിൽ ആ വാക്യം ഒന്ന് വായിക്കാം. ആരെങ്കിലും ഒന്ന്, ജോയാന ഉണ്ടെങ്കിൽ ആ ഉൽപ്പത്തി പുസ്തകം 1:11 ഒന്ന് കാണിക്കുവാണെങ്കിൽ നന്നായിരിക്കും. ഭൂമിയിൽ നിന്നും പുല്ലും വിത്തുള്ള സസ്യങ്ങളും ഭൂമിയിൽ അതത് തരം വിത്തുള്ള ഫലം കായ്ക്കുന്ന വൃക്ഷങ്ങളും മുളച്ചു വരട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു. ഈ സമയത്താണ് ജീവനുള്ളത് പലതും ദൈവം അവിടെ സൃഷ്ടിച്ചു തുടങ്ങുന്നത്. ഓക്കെ, അടുത്തത് ഗിമൽ. അടുത്തത് നമ്മുടെ ട്രിനിറ്റി ഈസ് ദ ഫുൾനെസ് ഓഫ് ഗോഡ്സ് നേച്ചർ. അപ്പോ ദൈവത്തിന്റെ ആ പൂർണ്ണതത്വം കാണിക്കുന്ന ട്രിനിറ്റി, പിതാവ്, പുത്രൻ, പരിശുദ്ധ റൂഹ, ഈ 3നെയും നമുക്ക് അവിടെ കാണുവാൻ കഴിയും. ഗിമൽ ഈസ് ദ ഓവർഫ്ലോ ഓഫ് ലവ് ദാറ്റ് കനോട്ട് സ്റ്റേ ഇൻസൈഡ് ദ ഹൗസ്. അങ്ങനെയും കൂടെ ഒരു അർത്ഥം ഇതിനുണ്ട്. അതായത് അനർഗളവും നിർഗളമായി ഒഴുകുന്ന ഒരു സ്നേഹത്തെ പ്രതിനിധാനം ചെയ്യുന്നു. വീട്ടിൽ നിന്നും ആ സ്നേഹം പുറത്തേക്ക് ഒഴുകുന്നു. ഇതാണ് ദൈവം നമ്മളെക്കുറിച്ച് കാണുന്ന ഒരു കാഴ്ചപ്പാട്. അടുത്ത 3ാമത്തെ പോയിന്റ് പ്രോഫറ്റിക് ലെയർ എന്നുള്ള പോയിന്റ് ആണ് ഞാൻ പറയുന്നത്. അവിടെ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു കാര്യം എഴുതാം. ബെത്ത്, നിങ്ങൾ ബെത്തിനെ കുറിച്ച് പഠിച്ചു, അല്ലെ? ഇപ്പൊ നിങ്ങൾ ഗിമൽ എന്നുള്ള പദവും പഠിച്ചു. അപ്പോ ഡെലത്ത് എന്നുള്ള പദമാണ് ഇനി പഠിക്കേണ്ടത്. ഞാനത് അടുത്ത ആഴ്ച ചിലപ്പോൾ ദൈവത്തിന്റെ കൃപയുണ്ടെങ്കിൽ നമുക്കത് പഠിക്കാം. അപ്പോ ഡെലത്ത് എന്ന് പറയുന്നത് ഒരു വലിയ പാവപ്പെട്ടവനാണ്.
അപ്പോ എന്താണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്? ഈ ബെയ്ത്തിൽ നിന്നും ഇറങ്ങി ഓടുവാണ് ദലത്ത. ബെയ്ത്തിൽ നിന്നും ഇറങ്ങി ഓടുവാണ്. ബെയ്ത്ത് ഒരു പാവപ്പെട്ടവന്റെ വീടാണ് എന്ന് വിചാരിക്കാം. അപ്പൊ അവിടുന്ന് ഒരു പാവപ്പെട്ടവൻ ഇറങ്ങി ഓടുന്നു. അതിന്റെ പുറകിൽ ഒരു ഗിമൽ പുറകിനെ പിന്തുടരുവാണ്. ഗിമൽ പറയാണ്, പ്ലീസ് ഒന്ന് നിൽക്കൂ, കാരണം എനിക്ക് ചിലത് തരുവാനുണ്ട്, ചിലത് പറഞ്ഞ് കേൾപ്പിക്കാനുണ്ട്. അങ്ങനെ ഒരു അർത്ഥമുണ്ട്, ചിലത് പറഞ്ഞ് കേൾപ്പിക്കാനുണ്ട്. ഈ തൽമൂദിലും മിദ്രാഷിലും ഒക്കെ ഈ ഒരു സേ ഉണ്ട്, ഈ ഒരു പറച്ചിലുണ്ട്. നിങ്ങൾ അവിടെ നിൽക്കൂ, ഞാൻ ചിലത് പറയാനുണ്ട്. അതെന്ത് പറയാനുണ്ടെന്ന് പറഞ്ഞേ? എനിക്ക് പറയാനുള്ളത് ദൈവത്തിന്റെ വചനമാണ്. ദൈവത്തിന്റെ വചനം എന്ന് പറയുന്നത് നന്മയും കരുണയുമാണ്. ആ കരുണയും നന്മയും കരുണയും നിങ്ങളെ പിന്തുടരേണ്ടതിന് ആദ്യം നിങ്ങൾ ദൈവത്തിന്റെ രാജ്യത്തെക്കുറിച്ച് അന്വേഷിക്കും. അപ്പോ നിങ്ങൾക്ക് കിട്ടേണ്ട നന്മയും കരുണയും നിങ്ങളുടെ ആയുഷ്കാലം ഒക്കെയും നിങ്ങളെ പിന്തുടരേണ്ടതിന് ദൈവത്തിന്റെ വചനത്തെ ശ്രദ്ധാപൂർവം കേൾക്കാനായിട്ടാണ് യഹൂദ പാരമ്പര്യത്തിൻ്റെ ഒരു ഒരു പഠിപ്പീര് അങ്ങനെയുണ്ട്. പക്ഷെ നമുക്കിവിടെ വരുന്നതെന്ന് വെച്ചാൽ നമ്മുടെ യേശു കർത്താവ് സകലത്തിലും സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വന്നതാണ്. ആ സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വന്ന് നമ്മുടെ യേശു കർത്താവിന്റെ വായിൽ വചനമുണ്ട്. ആ വചനം നമുക്ക് തന്നു, തനിക്കുള്ളതെല്ലാം നമുക്ക് തന്നു. എന്നിട്ട് ഭൂമിയിലേക്ക് താണ് പോയി. അപ്പൊ ദൈവം അവനെ സകലത്തിന്മീതെ ഉയർത്തി. നമുക്ക് ആ ഒരു പോർഷൻ ഇപ്പൊ നോക്കണ്ട, നമുക്ക് തരുവാനായിട്ടാണ്. ആ അർത്ഥം നിങ്ങൾ മനസ്സിലാക്കുക. ഗിമൽ ഭയങ്കര സമ്പന്നനായിട്ടുള്ള ഒരു മനുഷ്യനാണ്. സോ ഗിമൽ ഈസ് ഈക്വൽ ടു ജനറോസിറ്റി ഇൻ മോഷൻ. അതായത് അങ്ങ് കൊടുക്കാനുള്ള വ്യഗ്രതയുള്ള ഒരു മനുഷ്യനാണ് ഗിമൽ. ഇറ്റ് ഈസ് എ വൺ ഹു കാരീസ് ബ്ലെസ്സിങ് ഫ്രം ദ ഹൗസ് ബെത്ത് ടു ദ ഡലത്ത്. അതായത് ബെത്ത് എന്ന് പറഞ്ഞിരിക്കുന്ന അനുഗ്രഹത്തിന്റെ ഒരു ഉറവിടമാണ്. ആ ഉറവിടത്തിൽ നിന്നും ഗിമൽ ഓടി വന്ന് ദലത്തിന് സകലതും കൊടുക്കുന്നതായിട്ട് നമുക്ക് അവിടെ കാണുവാൻ കഴിയും. അപ്പൊ ഒരു പ്രോഫറ്റിക് പിക്ചർ, ഒരു പ്രാവചനികമായ ഒരു 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 ചിത്രം നമ്മൾ കാണുവാണെങ്കിൽ യഹോശുവ ഈസ് ദ ഗിമൽ. അപ്പൊ ഗിമൽ ആരാണ്? നമ്മുടെ യേശു കർത്താവാണ്. ദൈവരാജ്യത്തിൽ നിന്നും ദൈവത്തിന്റെ സിംഹാസനത്തിൽ നിന്നും അടുത്തു നിന്നും എഴുന്നേറ്റ് ഈ പറയുന്ന വന്യമായ, ഒട്ടും സ്നേഹമില്ലാത്ത, ഒട്ടും ടൈംഡ് അല്ലാത്ത, മെരുക്കമല്ലാത്ത, ആരെയും അങ്ങോട്ട് വിശ്വസിക്കാത്ത, വളരെ പരുക്കനായിട്ടുള്ള, 1 കൊരിന്ത്യരുടെ അകത്ത് പറയുന്നില്ല, പ്രാകൃത മനുഷ്യത്വമുള്ള ആൾക്കാർ ജീവിക്കുന്നതിന്റെ ഇടയിലേക്ക് ദൈവത്തിന്റെ ആ രൂപത്തില് ദൈവ മനുഷ്യൻ ഇറങ്ങി വന്നിട്ട് എന്തു ചെയ്തു? ജീവൻ കൊടുത്തു, ജലം കൊടുത്തു, അനുഗ്രഹം കൊടുത്തു. ഞാൻ ഈ പറഞ്ഞെന്ന് വെച്ചാൽ കർത്താവ് പറഞ്ഞിട്ടുണ്ട്, ഞാനാണ് ജലം, ജീവനുള്ള ജലം, എന്നിൽ നിന്നും വാങ്ങി കുടിപ്പീൻ. ഞാനാണ് ജീവന്റെ അപ്പം, എന്നിൽ നിന്നും വന്ന് ഭക്ഷിക്കുവൻ. ഞാനാണ് വെളിച്ചം, എൻ്റെ അടുത്തേക്ക് വരുന്നവർ അവർ ഇരുട്ടിനെ മായ്ച്ചിട്ട് അവർ നിത്യതയിലെ വെളിച്ചത്തിൽ വസിക്കും. ഹല്ലേലൂയ. ഞാൻ 4ാമത്തെ പോയിന്റ് പറയുവാണ്, സ്പിരിച്വൽ മീനിങ്, ആത്മീയ അർത്ഥം എന്ന് പറയാം. ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നു, ഞാൻ ആത്മീയ അർത്ഥം എന്ന് പറഞ്ഞ് നിങ്ങൾ എഴുതുന്നിടത്ത് ഗിവിങ്, കൊടുക്കൽ, അല്ലെങ്കിൽ വാക്കിംഗ്, മുന്നോട്ടുള്ള നടത്തം, ലിഫ്റ്റിംഗ്, ഉയർത്തുക. ഈ അർത്ഥങ്ങളൊക്കെ നിങ്ങൾക്ക് അവിടെ എഴുതി വെക്കാം. ഈ ഗിമലിന്റെ ഷെയ്പ്പ് എന്ന് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ഹീബ്രു അക്ഷരമാലയിൽ ഒരു ഒരു കാല് മുന്നോട്ട് നടക്കുക എന്നുള്ളതാണ്. ആ മൂവ്മെന്റ്, അതിനൊരു ചലനാത്മകതയുള്ള, എന്താ പറയാ, കൊടുക്കാൻ മനസ്ഥിതിയുള്ള, അല്ലെങ്കിൽ ഹൃദയപൂർവമായ ഉള്ള ഒരു മനുഷ്യനെ, അല്ലെങ്കിൽ ഒരു ഹൃദയത്തെ, ഒരു പ്രകൃതത്തെ അവിടെ കാണിക്കുന്നു. സോറി, പ്രാകൃതം എന്ന് പറഞ്ഞ് തെറ്റിപ്പോയി, പ്രകൃതത്തെ അവിടെ കാണിക്കുന്നു. ഇതെന്താ നമ്മൾ പഠിക്കുന്നേ? വിശ്വാസം. എങ്ങനെയാ? നിങ്ങൾ വിശ്വാസത്താൽ നടക്കണം, അല്ലേ? നമ്മൾ വിശ്വാസത്തിന്റെ കാൽവെപ്പിനാൽ, സ്നേഹത്തിന്റെ കൊടുക്കലിനാൽ, അനുഗ്രഹം മറ്റുള്ളവർക്ക്, അല്ലെ,
കൊടുക്കുന്നവരായിട്ട് തീരുവാനൊക്കെ ആയിട്ടുള്ള ഒരു 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 സ്വഭാവം നിങ്ങളിലേക്ക് ക്രിയേറ്റ് ചെയ്യും. ഇതാണ് ഗിമൽ നമ്മളെ പഠിപ്പിക്കുന്ന പാഠം. ഇനി നമുക്ക് കുറച്ച് വാക്കുകൾ പഠിക്കാം, ഹീബ്രു വാക്കുകൾ പഠിക്കാം. ഞാൻ ഈ പറയുന്നത് നിങ്ങൾ ഇംഗ്ലീഷിലോ മലയാളത്തിലോ എഴുതാം. ഞാൻ അതിൻ്റെ ഇംഗ്ലീഷ് പറഞ്ഞു തരാം. അത് കേട്ടിട്ട് നിങ്ങൾ അതിൻ്റെ മലയാളം എഴുതുന്ന പ്രിയപ്പെട്ടവരുണ്ട്, അവർ പറഞ്ഞ് എഴുതി കാണിക്കാനെന്നൊക്കെ പറയുന്നു. പക്ഷേ നമുക്ക് അതിനെ എഴുതി കാണിച്ച് വീണ്ടും ഇത് സ്ക്രീനിൽ കാണിക്കുന്നതിന് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പം ഞാൻ പറയുന്നത് കേട്ടിട്ട് എഴുതുക. വേർഡ് മീനിങ് ഇൻസൈറ്റ് എന്നെഴുതുക. വേർഡ് 3 കോളം വരയ്ക്കുക. ഇനി നമുക്ക് ഇനിയുള്ള അങ്ങോട്ടുള്ള എല്ലാ 19 അക്ഷരങ്ങൾക്കും നിങ്ങൾ ഇത് എഴുതി വെക്കുക. ഈ ഒരു ഫോർമാറ്റ് നിങ്ങൾ ബുക്കിൽ ഉണ്ടാക്കി വെക്കുക. ഞാൻ ഈ പറയുമ്പോൾ പടപെട്ടാന്ന് പറഞ്ഞ് എഴുതുക. അപ്പോൾ വേർഡ് മീനിങ് ആൻഡ് ഇൻസൈറ്റ്, വാക്ക്, അർത്ഥം, ഉൾക്കാഴ്ച. മലയാളം എഴുതുന്നവര് നമ്മൾ ആദ്യത്തെ വാക്ക് ഞാൻ പറയുവാണ്, ഗമാൽ. ഗമാൽ, ഗമാൽ, GAMAL, ഗമാൽ. അതിന്റെ അർത്ഥം പറയുവാണ്, ടു ഡീൽ ഫുള്ളി, ടു റിവാർഡ്, ടു വീൻ. WEAN, വീൻ. ടു ഡീൽ ഫുള്ളി എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ. അതിന്റെ അർത്ഥം എന്താണ്? നമുക്ക് ബൈബിളിന്റെ ഒരു അർത്ഥം തന്നെ എടുക്കാം. യേശു കർത്താവ് അവസാനം പറഞ്ഞു നിർത്തിയ ഒരു വാക്കുണ്ട്, ഞാൻ സകലതും കൊടുത്തു തീർത്തു. ഞാൻ സകലതും കൊടുത്തു തീർത്തു. ആ ഒരു അർത്ഥം ഇവിടെ ഉണ്ട്. ടു റിവാർഡ്. എന്തായിരുന്നു റിവാർഡ്? മടങ്ങി വന്ന തൻ്റെ മകന് മുദ്രമോരം ഊരി തൻ്റെ അപ്പച്ചൻ തൻ്റെ മകൻ ഇട്ടുകൊടുത്തു. അവൻ എല്ലാം നഷ്ടപ്പെടുത്തിയിട്ടാണ് ഭവനത്തിൽ നിന്ന് ഇറങ്ങിപ്പോയത്. ഭവനത്തിന്റെ കംപ്ലീറ്റ് സ്വത്തുക്കളും മേടിച്ചിട്ട്, അപ്പന്റെ കംപ്ലീറ്റ് സ്വത്തും മേടിച്ച് പോയി അത് മുഴുവൻ നശിപ്പിച്ചിട്ടും അവൻ തിരിച്ചു വന്നപ്പോഴും അവന് കൊടുത്തത് റിവാർഡാണ്. ആ ഭവനം സ്വർഗത്തെ കാണിക്കുന്നു, പിതാവ് നമ്മുടെ ദൈവപിതാവിനെ കാണിക്കുന്നു, മക്കൾ നമ്മളാണ്. നമ്മൾ ദൈവത്തിന്റെ വചനമനുസരിക്കാതെ കടന്നുപോയിട്ടും തിരിച്ചു വന്നു മാനസാന്തരപ്പെട്ട മാനസാന്തരം. അത് കഴിഞ്ഞ് തെശുവ എടുത്തു. തെശുവ എന്ന് വെച്ചാൽ മാനസാന്തരം എന്നർത്ഥം. ആ തെശുവയിൽ നിന്നും നമ്മൾ തിരിച്ചു വന്നിട്ട് നമ്മൾ ദൈവപിതാവിന്റെ അടുത്ത് വന്നു. പിതാവ് തെറ്റിപ്പോയി. ഓൻ പറയും, എന്നാ മുദ്രമോതിരം കയ്യിൽ വരുത്തും. മുദ്രമോതിരം, ആ റിവാർഡ് അതിനെ കാണിക്കും. ടു വീൻ. ടു വീൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാമല്ലോ എന്താണെന്ന്. എന്താണ് അർത്ഥം? ആശ സിസ്റ്ററെ, ഇംഗ്ലീഷ് കുറച്ചറിയാവുന്ന ആൾക്കാർക്ക് ചോദിക്കാം. ടു വീൻ, WEAN, വീൻ. പറ്റത്തില്ല പറയാൻ. ഓക്കെ. Yes, host was not allowing to unmute. That's what I was trying to say. No problem. വീന്റെ അർത്ഥം ഒന്ന് പറയാം. With relation to basically breastfeeding mothers. അതാ ഞാൻ പെണ്ണുങ്ങടുത്ത് ചോദിച്ചത്. ഓക്കെ, ഇനി മ്യൂട്ട് ചെയ്തു, എല്ലാരും മ്യൂട്ട് ചെയ്തു. ഒരു പെട്ടെന്ന് എനിക്കത് പറയാൻ പറ്റുന്നത് ഇങ്ങനെയാണ്. ഒരു അമ്മ ഒരു കുഞ്ഞിനെ മുലയൂട്ടുമ്പോ ആ കുഞ്ഞിന് പാല് മാത്രമല്ല കൊടുക്കുന്നേ. എനിക്ക് ഇങ്ങനെ പറയാൻ തോന്നുന്നു, ആ കുഞ്ഞിന് ആ അമ്മയുടെ ഹൃദയമിടിപ്പാണ് കൊടുക്കുന്നത്. ഞാൻ ഈ പറയുന്നത് ശരിയാണോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷെ ഒരു കുഞ്ഞിന് മുലയൂട്ടുമ്പോൾ ആ കുഞ്ഞിന് കിട്ടുന്നത് പാലാണ്, വിറ്റമിനാണ്, പ്രോട്ടീനാണ്. കുഞ്ഞിന്റെ കംപ്ലീറ്റ് ഭക്ഷണത്തിന്റെ കംപ്ലീറ്റ് ആണ് കിട്ടുന്നത്, പൂർണ്ണതയാണ് കിട്ടുന്നത്, ആ എസൻസ് ആണ് കിട്ടുന്നത്. അതിൻ്റെ അകത്ത് സ്നേഹമുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ ഞാൻ ഒന്നുകൂടെ കൂട്ടിച്ചേർക്കട്ടെ, ആ അമ്മയ്ക്ക് കിട്ടുന്നത്, ആ കുഞ്ഞിന് കിട്ടുന്നത് അമ്മയുടെ ഹൃദയമിടിപ്പും കൂടിയാണ്. കാരണം ആ കുഞ്ഞിനെ അത്രമാത്രം ചേർത്ത് വെച്ചിട്ടാണ് ആ ആഹാരം കൊടുക്കുന്നത്.
ആഹാരം കൊടുക്കുമ്പോൾ, ഫീഡ് ചെയ്യുമ്പോൾ അമ്മയുടെ ഹൃദയത്തിന്റെ ഓരോ ഇടിപ്പുമാണ് ആ കുഞ്ഞിലേക്ക് പകർന്നത്. ഇത് തന്നെയാണ് നമ്മുടെ കർത്താവും നമ്മളോട് ചെയ്തത്. ഇത് തന്നെയാണ് നമ്മുടെ കർത്താവും നമുക്ക് തരുന്നത്. ദൈവത്തിന്റെ ആ ഹൃദയമിടിപ്പ് നിനക്ക് തന്നിരിക്കുവാണ്. എന്തിനാ? ദൈവത്തിന്റെ ആഴത്തിലേക്ക് ദൈവത്തെ മനസ്സിലാക്കാൻ. നമ്മള് ഗിമലിനെ കുറിച്ച് പഠിക്കുമ്പോ ഗിമല് ഓടി വരുവാണ്. എന്തിനാ? പാവപ്പെട്ടവന്റെ അടുത്തേക്ക് സകലതും കൊടുക്കാൻ. ഇതാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. നമ്മൾ ദൈവമായ യഹോവ നമ്മളെ പഠിപ്പിക്കുന്നത് ഇതാണ്. ടു ഷെയർ, ടു ഗീവ്, ടു എവറിത്തിങ്. യേശു കർത്താവ് ഭൂമിയിലായിരുന്നപ്പോഴും പഠിപ്പിച്ച പഠനവും ഇതാണ്. യേശു കർത്താവ് ഈ ഭൂമിയിൽ തന്റെ മിനിസ്ട്രി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ 85% he was teaching to the people. 85% ആൾക്കാരെ തോറ പഠിപ്പിക്കുമായിരുന്നു. തോറയിൽ ഇതാണ് 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 എഴുതിയിരിക്കുന്നതെന്ന്. ബാക്കിയുള്ള 15% ദൈവപിതാവ് അല്ലെങ്കിൽ യേശു കർത്താവ് ചെയ്ത വാഴ്ത്തപ്പെട്ട നമ്മുടെ കർത്താവ് ചെയ്തിരിക്കുന്ന ഓരോ പ്രവർത്തനങ്ങൾ, അത്ഭുതങ്ങൾ, രോഗശാന്തി, ഇതെല്ലാം ചെറിയ 15% ചെയ്തിട്ടുള്ളൂ. ആൻഡ് 85% he was teaching to the people. This is the order of the heaven. ഇതാണ് സ്വർഗത്തിന്റെ ഓർഡർ. ഓക്കെ, നമുക്ക് അതിന്റെ ഇൻസൈറ്റ് എഴുതാം. Root of Gimel, it means both to give bounty and to repay. കൊടുക്കാനും സകലതും കൊടുക്കുവാനുമുള്ള അതിന്റെ ഇൻസൈറ്റ്, ആ ഉൾക്കാഴ്ച എന്ന് പറയുന്നത് അങ്ങനെയാണ്. ഗിമൽ, റൂട്ട് ഓഫ് ഗിമൽ, ഗിമലിന്റെ ആ മൂല അർത്ഥം, അല്ലെങ്കിൽ അതിന് നമുക്ക് എങ്ങനെ പറയാം, ഗിമലിന്റെ ആഴത്തിലുള്ള അർത്ഥം എന്ന് പറയുന്നത് സകലതും തിരിച്ചെനിക്ക് വേണ്ട. ഐ ഗിവിങ് എവറിത്തിങ്. ഞാൻ എല്ലാം നിങ്ങൾക്ക് തരുന്നു. ആൻഡ് എവറിത്തിങ് ഇസ് റീപേയിങ്. ഞാൻ റീപേയിങ് എന്ന് പറയുമ്പോൾ ഒരു ചെറിയൊരു പഴയ ഒരു കാര്യം കൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരാം. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമെങ്കിൽ അത് പറയണം. ഈ യേശു കർത്താവിന്റെ കാലഘട്ടത്തില് ഏതെങ്കിലും മനുഷ്യന്മാര്, ഇപ്പൊ ഉദാഹരണത്തിന് ഇവിടെ ഇരിക്കുന്നതിൽ എനിക്ക് കാണാൻ പറ്റുന്നത് എലിസബത്ത് സാമുവൽ മാഡത്തെയാണ്. അപ്പൊ ഞാൻ എലിസബത്ത് മാഡത്തിന്റെ കയ്യിൽ നിന്ന് ഞാനൊരു 5 lakhs rupees വാങ്ങിച്ചു എന്നിരിക്കട്ടെ. ഞാൻ കൊടുത്തു തീർന്നു. അപ്പോൾ എലിസബത്ത് മാം എന്തായിരിക്കും ചെയ്തിരിക്കുക? ആ കാലഘട്ടത്തിലാണ് ഞങ്ങൾ ജീവിക്കുന്നത്. എന്തായിരിക്കും ചെയ്യുക? ആർക്കെങ്കിലും ഇതിനെക്കുറിച്ച് പറയാൻ അറിയാമെങ്കിൽ അവര് ജസ്റ്റ് ഒരു മെസ്സേജ് ഇടുവാണെങ്കിൽ നന്നായിരിക്കും. അതില്ലെങ്കിൽ ഞാനത് തുടർന്ന് പറയാം. ഓക്കെ, ആരെയും ഞാൻ കാണുന്നില്ല. ഓക്കെ, ഈ എലിസബത്ത് മാഡത്തിന്റെ ഞാൻ വാങ്ങിച്ചിട്ട് പോകുമ്പോൾ എലിസബത്ത് മാഡം എൻ്റെ പേര് അവിടെ എഴുതി വെച്ചു. അലോഷ്യസ് ആൻഡ്രൂ, എൻ്റെ ഫോൺ നമ്പർ, വീട്ട് അഡ്രസ്സ്, സ്ഥലം എല്ലാം എഴുതി വെച്ചു. എന്നിട്ട് ഇയാൾ ഇത്ര ദിവസം ഇത്രാം തീയതി പകൽ മഴ പെയ്തുകൊണ്ടിരുന്നപ്പോ എൻ്റെ കയ്യിൽ നിന്ന് വന്ന് 5 ലക്ഷം, എല്ലാം ഡീറ്റെയിൽ ആയിട്ട് എഴുതുക, 5 ലക്ഷം രൂപ വെച്ചുകൊണ്ട് പോയി. ഇത്രാം തീയതി എനിക്ക് തിരിച്ചു തരാമെന്നാണ് പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ കൃത്യസമയത്ത് ആ പറഞ്ഞ ഡേറ്റിന് വന്ന് ഞാൻ പൈസ ആ 1 മിനിറ്റിന് മുൻപേ വന്ന് കാശ് കൊടുത്തു തീർന്നു. ഈ കാശ് കൊടുത്തു തീർന്നപ്പോൾ താങ്ക് യു സോ മച്ച് അലോഷ്യസ്, പൈസ തന്നതിന് നന്ദി എന്ന് പറഞ്ഞ് അത് കീറിക്കളയുകയല്ല ചെയ്തത്. അതിങ്ങനെ എടുത്തു വച്ചിട്ട് അതിന്റെ പുറത്ത് ഒരു വെള്ളമൊഴിക്കും. ആ പേപ്പറിന്റെ പുറത്ത് വെള്ളമൊഴിച്ചിട്ട് ഈ 5 വിരൽ കൊണ്ടിട്ട് നല്ലതുപോലെ ആ മഷി അങ്ങ് തേച്ച് 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 പിടിപ്പിക്കും. അതങ്ങ് ആ എഴുത്തങ്ങ് മായിച്ച് കളയും. ഞാനിത് പറയുമ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും വചനം നിങ്ങൾക്ക് ഓർമ്മ വരുന്നുണ്ടോ? ഈ എലിസബത്ത് മാം എഴുതി വെച്ച കൈയെഴുത്ത് പ്രതി എലിസബത്ത് മാഡം തന്നെ അത് മായിച്ച് കളയുന്നു. അപ്പൊ ഏതെങ്കിലും വചനവുമായിട്ട് നിങ്ങൾക്ക് കണക്റ്റ് ആവുന്നുണ്ടോ? കൊലോസി ലേഖനത്തിൽ അങ്ങനൊരു വാക്യമുണ്ട്, സകല കൈയെഴുത്ത് പ്രതികളെയും ക്രൂശിൽ നിന്ന് മായ്ച്ചു കളഞ്ഞു. അതൊരു വലിയ പോയിന്റ്. ഇത് അന്നത്തെ കാലത്ത്, അതുകൊണ്ടാണ് പൗലോസ് ആ പ്രയോഗങ്ങൾ അവിടെ ചെയ്തിരിക്കുന്നത്. ഓക്കെ, നമുക്കിനി അടുത്ത പദം പഠിക്കാം.
ഗാൻ. ഗാൻ അത് ഗിമേലും ഗിമലും നുന്നും ഉള്ള രണ്ട് വാക്കുകളാണ്, രണ്ട് അക്ഷരമാണ്, സോറി, രണ്ട് അക്ഷരമാണ്. ഗാൻ. ഗാൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഗാർഡൻ എന്നാണ് എൻ്റെ അർത്ഥം, പൂന്തോട്ടം. അവിടെ നമുക്ക് നമുക്ക് നമ്മൾ പൂന്തോട്ടം എന്ന് പറയുമ്പോൾ ഒരിക്കലും സജി പാസ്റ്ററിന്റെ വീട്ടിലെ പൂന്തോട്ടത്തെ അല്ല നമുക്ക് ഓർമ്മ വരുന്നേ. നമുക്ക് ഓർമ്മ വരുന്നത് ഏദൻ എന്നുള്ള പൂന്തോട്ടമാണ് ഓർത്ത്. അപ്പൊ ഏദൻ എന്തായിരുന്നു? ഏദൻ എന്ന് പറഞ്ഞൊരു ത്രോബിങ് ലൈഫ്, അതായത് ഈ ജീവൻ ഇങ്ങനെ തുടിക്കുന്ന ഒരു സ്ഥലമായിരുന്നു ഏദൻ. ആ ഏദന്റെ ചിത്രം നിങ്ങളുടെ ഉള്ളിലേക്ക് വരട്ടെ എന്ന് ഞാൻ ദൈവത്തിനോട് സ്തോത്രത്തോടെ പ്രാർത്ഥിക്കുന്നു. കാരണം ഏതിനെ കുറിച്ചിട്ടുള്ള ഒരു വലിയ ഒരു കാര്യം നിങ്ങളുടെ ആ ഏതിനെ കുറിച്ചിട്ടുള്ള ഒരു വലിയ ചിത്രം നിങ്ങളുടെ ഹൃദയത്തിലേക്ക് മനസ്സിലേക്ക് വരണം. ഏതെന്ന് പറയുമ്പോ ഒരു പൂന്തോട്ടം, അവിടെ വേല ചെയ്യാൻ അതൊന്നും ആയിരുന്നില്ല. അവിടെ അവിടെ ഈ സന്തോഷത്തിന്റെ അപ്പുറത്തെ സന്തോഷം ഈ ഇരിക്കുന്ന ആരും ആ അനുഭവിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. കാരണം ഏതൻ അങ്ങനെ ആയിരുന്നു. ഇപ്പോൾ ഇവിടെ 60 പേര്, ഞാൻ 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 നമ്മളെല്ലാവരും ചേർത്ത് 61 പേരുണ്ട്. ഈ 60 പേരും സന്തോഷത്തിനും അപ്പുറമുള്ളൊരു സന്തോഷം അനുഭവിച്ചിട്ടുണ്ടോ എന്ന് പറഞ്ഞാൽ ഞാൻ അത് അംഗീകരിക്കത്തില്ല. കാരണം നമ്മൾ അനുഭവിച്ചതല്ല സന്തോഷം. സന്തോഷം ഇനിയും നമ്മൾ അനുഭവിക്കാനിരിക്കുന്നേ ഉള്ളൂ. അല തല്ലുന്ന അങ്ങ് ഒരു നമുക്ക് എനിക്കത് എക്സ്പ്ലെയിൻ ചെയ്യാൻ അറിയത്തില്ല. എൻ്റെ ഭാഷയുടെ, എൻ്റെ എൻ്റെ വികാരത്തിന്റെ, എൻ്റെ മനസ്സിലാക്കലുടെ പരിമിതിയാണെന്ന് കൂട്ടിക്കോളൂ. അതിന് ക്ഷമിക്കണമെന്നാണ് പറയുന്നത്. അതിനും അപ്പുറമുള്ള ഒരു വളരെ ഇറ്റ്സ് എ ഡിലൈറ്റ്ഫുൾ എക്സ്പീരിയൻസ് ആണത്. എനിക്ക് അത്ര മാത്രമേ ഇപ്പോൾ പറഞ്ഞു തരാൻ പറ്റൂ. അതായത് അത്യാഹ്ലാദത്തിന്റെ നിമിഷപൂർണമെന്ന് മലയാളത്തിൽ എനിക്ക് വിവർത്തനം ചെയ്യാം. പക്ഷെ അത് വിവർത്തനം ചെയ്യാനേ പറ്റൂ. പക്ഷേ അത് അനുഭവ വേദ്യമാക്കുന്നത് മറ്റു പതുകൊണ്ടാണ്. അത് ഒരു ദിവസം നമ്മൾ കാണും. നമ്മുടെ കണ്ണുകൊണ്ട്, നമ്മുടെ കണ്ണാലെ നമ്മൾ ഇഷ്ടപ്പെടുന്ന നമ്മുടെ പ്രാണപ്രിയനെ നമ്മുടെ കണ്ണുകൊണ്ട് കാണുമ്പോൾ നമ്മൾ അന്നാണ് സന്തോഷത്തിന്റെ അതിരു തല്ലി ആഹ്ലാദത്തിന്റെ അങ്ങറ്റത്തെ, ഇച്ചിരിയും കൂടി മലയാളത്തിന്റെ കടുകട്ടി ഭാഷ ഉപയോഗിച്ച് ഞാൻ പറയാം, ഉന്നമ്രമായ സന്തോഷത്തിന്റെ അതിരുകളിലേക്ക് നമ്മൾ പോകുന്നത്. എന്നോട് ക്ഷമിക്കണം എലിസബത്ത് മാഡം, ആശ സിസ്റ്ററിനെ പോലുള്ളവരൊക്കെ, ബെറ്റിയൊക്കെ എന്നോട് ക്ഷമിക്കണം. ബിക്കോസ് നിങ്ങൾ എല്ലാവരും ഇംഗ്ലീഷാണ് കുറച്ചും കൂടി വശമുള്ളത്. നിങ്ങൾ എൻ്റെ ക്ലാസ്സിനെ കേട്ടിരിക്കുന്നതിനോട് ഞാൻ ദൈവത്തിന് നന്ദിയും സ്തോത്രവും കരയറ്റുന്നു. ഞാൻ ഇങ്ങനെ പറയാം, ദാറ്റ് ഈസ് വെരി 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 ഡിലൈറ്റ്ഫുൾ, വളരെ സന്തോഷത്തിന്റെ അനുഭവമാണ്. അപ്പോൾ ഏദൻ, ദ ഗാർഡൻ ഓഫ് ഡിലൈറ്റ്, ദ പ്ലേസ് ഓഫ് ഗിവിങ്, ദ പ്ലേസ് ഓഫ് ഗിവിങ്. ഈ ഏദൻ ഓഫ് ഗാർഡനെ പോലെ ആകണം നമ്മുടെ ഹൃദയം എന്നാണ് യേശു കർത്താവ് എപ്പോഴും പറയുന്നത്. അതുകൊണ്ടാണ് പൗലോസ് കാരാഗൃഹത്തിൽ എഴുന്നേറ്റ് നിൽക്കാൻ പറ്റാത്ത അവസ്ഥയിൽ കുനിഞ്ഞു നിന്നിട്ട് പറയുന്നത്, എക്സ്റ്റസി എന്ന് എനിക്ക് പറയാം, പക്ഷെ ഞാൻ പറഞ്ഞല്ലോ അത്രയും പോകാൻ പറ്റത്തില്ല ബിസൻ പാസ്റ്ററെ. അതിനും അപ്പുറമാണ്, നമുക്ക് വാക്കുകൾക്ക് അതീതമാണ്. താങ്ക് യു ഫോർ യുവർ വേർഡ്. ഞാൻ പറയുന്ന പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞു, സന്തോഷിപ്പിൻ, എപ്പോഴും കർത്താവിൽ സന്തോഷിപ്പിൻ. അത് എഴുതിയത് എപ്പോഴാ? നിവർന്നു പോലും നിൽക്കാൻ പറ്റുന്നില്ല, കാലിലും കഴുത്തിലും ഒക്കെ ചങ്ങലയിട്ടിട്ട് കുനിഞ്ഞു നിന്നിട്ടാണ് ഇത് പറയുന്നത്. സന്തോഷിപ്പിൻ, എപ്പോഴും കർത്താവിൽ സന്തോഷിപ്പിൻ. നമ്മുടെ ഹൃദയവും ഏദനെ പോലെ ആകണം, ഒരു ഒരു പൂന്തോട്ടമായി തീരണം. പൂന്തോട്ടത്തിന്റെ പ്രത്യേകത എന്താണ്? അവിടെ സമാധാനമുണ്ട്, അല്ലേ? നമ്മൾ പറഞ്ഞില്ലേ, ഓക്കെ, നമുക്ക് ഇന്ന് ഈവനിങ്ങിന് ഗാർഡനിൽ, ആ കരാമ പാർക്കിലുള്ള ഗാർഡനിൽ അല്ലെങ്കിൽ അവിടെ പോയിരിക്കാം, അല്ലെങ്കിൽ അടുത്തുള്ള ഏതെങ്കിലും ഒരു ഗാർഡനിലൊക്കെ പോയിരിക്കാം എന്ന് പറയുമ്പോൾ അവിടെ എന്താണ്? വളരെ വളരെ എന്താ പറയാ, സമാധാനപൂർണമായ അന്തരീക്ഷം. അവിടെ ഒരുപാട് തരത്തിലുള്ള അന്തരീക്ഷമൊക്കെ നമുക്ക് കാണുവാൻ കഴിയും.
താങ്ക് യു. നിങ്ങളുടെ എല്ലാവരുടെയും ഇടയ്ക്കുള്ള വാക്കുകൾക്കും കമന്റ് ബോക്സിൽ വരുന്ന വാക്കുകൾക്കെല്ലാം ഞാൻ നന്ദി പറയുന്നു. ഓക്കെ, അടുത്തത് നമുക്ക് ഗോഗ്. ഞാൻ ഒന്നുകൂടെ നോക്കിക്കോട്ടെ. ഗോഗ് എന്നിട്ടിട്ട് നേഷൻസ് എന്നിടാ. നേഷൻസ്, രാഷ്ട്രങ്ങൾ. എന്നിട്ട് നേഷൻസ് ആസ് റെസിപ്പിയൻസ് ഓഫ് ഗോഡ്സ് ബ്ലെസ്സിങ്. ഈ രാഷ്ട്രങ്ങളൊക്കെ ദൈവം വെച്ചിരിക്കുന്ന എന്തിനാണ്? ഈ രാഷ്ട്രങ്ങളുടെ മേൽ ദൈവത്തിന്റെ അനുഗ്രഹം വർഷിപ്പാനാണ്. നമ്മൾ യെശയ്യാ പ്രവചനത്തിൽ ഇങ്ങനെ വായിക്കുന്നു, രാഷ്ട്രങ്ങളും ഭാഷകളും ഗോത്രങ്ങളും എല്ലാം ദൈവത്തിന്റെ സന്നിധിയില് അന്ത്യനാളുകളിലേക്ക് പുറപ്പെട്ടു വരുമെന്ന്. അടുത്തത് ഗലൂഹ എന്നുള്ള വാക്കാണ്. ഗലൂഹ, GEULAH. ഗലൂഹ് എന്നാണ് അതിന്റെ പ്രൊനൗൺസിയേഷൻ. റിഡംഷൻ എന്നാണ് അതിന്റെ അർത്ഥം. വീണ്ടെടുക്കുന്നവൻ, വീണ്ടെടുപ്പ്. അപ്പോ അതിന്റെ ഉൾക്കാഴ്ച അർത്ഥം ഇങ്ങനെയാണ്: മെസായ ആസ് ദ റിഡീമർ, ഗിമൽ ഇൻ ആക്ഷൻ. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവാണ് നമ്മളെ വിടുവിക്കുന്നവൻ. അപ്പോ ഗിമൽ എന്നുള്ള അക്ഷരത്തിന്റെ പ്രവൃത്തി തന്നെ അതാണ്. അടുത്തത് നിങ്ങൾക്ക് പുതിയ നിയമ ബന്ധത്തോടുള്ള ബന്ധത്തിൽ നമുക്ക് ഗിമലിനെ നമുക്ക് ഇങ്ങനെ കാണാം. ഗിമലിന് ഗ്രീക്കിന്റെ അത് നിങ്ങൾ എഴുതണമെന്നില്ല, പക്ഷെ നിങ്ങൾ ഒന്ന് മനസ്സിലാക്കി വെക്കാനാണ് ഞാൻ ഈ പറയുന്നത്. ഗാമ എന്നുള്ളൊരു പദം, മൂന്നാമത്തെ പദമുണ്ട്. നമുക്ക് പുതിയ നിയമത്തിൽ ഗിമലിനെ നമുക്ക് മെസായ, നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായിട്ടാണ് കാണുന്നത്. യോഹന്നാൻ 3:16 നിങ്ങൾക്ക് അതവിടെ എഴുതി വെക്കാം. അതേപോലെ തന്നെ മത്തായി എഴുതിയ സുവിശേഷം അതിന്റെ 20-ാം അധ്യായം അതിന്റെ 28-ാമത്തെ വാക്യം, അതിനകത്ത് കൃത്യമായിട്ട് പറയുന്നുണ്ട്, ദ സൺ ഓഫ് മാൻ came not to be served but to serve and give his life as a ransom for many. മനുഷ്യപുത്രൻ വന്നത് ശുശ്രൂഷിക്കപ്പെടുവാനല്ല, ശുശ്രൂഷിക്കുവാനാണ്. അത് അനേകരുടെ ജീവന്റെ മറുവില നൽകിക്കൊണ്ട് അനേകരെ ശുശ്രൂഷിക്കുവാനാണ്. അപ്പോ നമ്മുടെ ഇന്നത്തെ ഗിമലിന്റെ പഠനം ഇവിടെ അവസാനിച്ചു. അപ്പോ താങ്ക് യു ജോന, യു ക്യാൻ നൗ സ്റ്റോപ്പ് ദ റെക്കോർഡിംഗ്. ഹല്ലേലൂയ. സ്തോത്രം. നമുക്ക് എല്ലാവർക്കും ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ഈ ബൈബിൾ ക്ലാസ്സിനെയും ഈ ഇതിനകത്ത് പങ്കെടുത്തവരെ എല്ലാവരെയും ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തോത്രം. സ്വർഗ്ഗസ്ഥനായ പിതാവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ സമയത്ത് ഞങ്ങൾ കർത്താവിന്റെ സന്നിധിയിൽ വീണ്ടും കടന്നു വരുന്ന കർത്താവേ, സ്തോത്രം. ഹല്ലേലൂയ. ഈ ഒരു ഹീബ്രു പഠനത്തോടുള്ള ബന്ധത്തിൽ ഞങ്ങൾക്ക് ഇത്രയും പേർക്ക് ആയിരിക്കുവാൻ, കർത്താവിന്റെ സന്നിധിയിൽ ആയിരിക്കുവാൻ കർത്താവ് കൃപ ചെയ്ത കർത്താവിന്റെ കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം കർത്താവേ. ഞങ്ങൾക്ക് ഇതിനകത്ത് ഈ ഹീബ്രു പഠനത്തിൽ ഹല്ലേലൂയ ഞങ്ങൾക്ക് അഭിവൃദ്ധി, ഞങ്ങൾക്ക് ഹല്ലേലൂയ ദൈവസന്നിധിയിൽ കൂടുതൽ ദൈവത്തിന് വേണ്ടി നിൽക്കുവാൻ ഞങ്ങളെ സഹായിക്കുമാറാകണം കർത്താവേ. സ്തോത്രം കർത്താവേ. ഇത് പഠിപ്പിക്കുന്ന ബ്രദർ അലൂഷ് ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം. ഇത് പഠിപ്പിക്കാനുള്ള ജ്ഞാനവും വിവേകവും ഹല്ലേലൂയ, ഹല്ലേലൂയ അലൂഷ് പാസ്റ്റർ കൊടുത്തിരിക്കാൻ സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം. ഇതിനകത്ത് പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരും കർത്താവിനെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. എല്ലാവരെയും അനുഗ്രഹിക്കുമാറാണ് കർത്താവേ. സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം. യഹോവയുടെ പുത്രനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഓരോരുത്തരെയും ഹല്ലേലൂയ അടിയൻ അനുഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ആമേൻ, ആമേൻ, ആമേൻ. ഹല്ലേലൂയ, ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം. ആമേൻ. കർത്താവിന്റെ ഹിതപ്രകാരം ഞങ്ങൾക്ക് ജീവിക്കാൻ ഞങ്ങളെ ഏൽപ്പിച്ചു തരുന്നു. ഹല്ലേലൂയ. സ്തോത്രം. കർത്താവിന്റെ ഹിതമില്ല ഒരു വഴിയിലും ഹല്ലേലൂയ ഞങ്ങൾ പോകാതെ കർത്താവ് ഞങ്ങളെ കാത്തുകൊള്ളുമാറാണ് കർത്താവേ. ഹല്ലേലൂയ. സ്തോത്രം. ഞങ്ങളുടെ അനുഗ്രഹത്തിന് തടസ്സമായിരിക്കുന്ന ഞങ്ങളിൽ നിന്നുള്ള കുറവുകളെ കർത്താവ് ക്ഷമിക്കുമാറാണ് കർത്താവേ. സ്തോത്രം.
ഹാലലുയ ഹാലലുയ സ്തോത്രം. വീണ്ടും ഹാലലുയ ഞങ്ങളെ ഏൽപ്പിക്കുന്നു. ഈ ബൈബിൾ ക്ലാസ്സിനെ കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഇത്രത്തോളം ഹാലലുയ ഭംഗിയായി ഇന്നത്തെ ക്ലാസ് നടക്കാൻ കർത്താവ് സഹായിച്ച കൃപയ്ക്കായി സ്തോത്രം. ആമേൻ. തുടർന്നും ഇത് ഹാലലുയ ഞങ്ങളെ കർത്താവെ ഇതിനകത്ത് പങ്കെടുക്കുവാനും ഈ ഹീബ്രു ഭാഷ ഞങ്ങൾക്ക് മനസ്സിലാക്കുവാനും ഹാലലുയ സ്തോത്രം ഞങ്ങളെ സഹായിക്കുമാറാണ് കർത്താവ്. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. Amen. 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 Thank you so much. Good night, everyone. God bless you.